ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ ഇന്നൊരു ടൊമാറ്റോ ചട്നിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് നമുക്ക് ദോശയുടെ കൂടെയും ഇഡ്ഡലിയുടെ കൂടെയും കഴിക്കാൻ പറ്റിയ ഒരു ടൊമാറ്റോ ചട്നിയാണ്. ടൊമാറ്റോ ചട്നി ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ മുമ്പും ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, കാണാത്തവരുണ്ടെങ്കിൽ കാണണം. അപ്പോൾ ഇന്നത്തെ ടൊമാറ്റോ ചട്നിയിൽ നമ്മളൊരു മസാല കൂടി ചേർക്കുന്നുണ്ട്. ആ ഒരു മസാലയാണ് ഇതിന് നല്ലൊരു ഫ്ലേവർ കൊടുക്കുന്നത്. നമ്മൾ ഇന്ന് എന്ത് മസാലയാണ് ഇതിൽ ചേർക്കുന്നതെന്ന് അറിയാൻ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം. ആദ്യം തന്നെ ഇതുപോലൊരു പാത്രം അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണയൊന്ന് ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉഴുന്നുപരിപ്പും 1 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പും ചേർത്ത് കൊടുക്കാം. ഇനി ഇത് രണ്ടും ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം. കരിഞ്ഞു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഉഴുന്ന് പരിപ്പൊക്കെ കരിഞ്ഞു പോയാൽ അതിന് വല്ലാത്തൊരു ടേസ്റ്റ് ഉണ്ടാകും. ഇപ്പോൾ ഇത് ഉഴുന്ന് പരിപ്പിൻ്റെയും കടലപ്പരിപ്പിൻ്റെയും ഒക്കെ കളറൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 വറ്റൽമുളക് കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് ചൂടാക്കിയെടുക്കാം. ഒരു 30 സെക്കൻഡ് ചൂടാക്കിയെടുത്താൽ മതി. അപ്പോൾ മുളകും നമ്മൾ ചൂടാക്കി എടുത്തു കഴിഞ്ഞു. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് സവാളയാണ്. ഞാനിവിടെ ഏകദേശം ഒരു വലിയ സവാള ഇതുപോലെ ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവാള അധിക നേരം വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആ പച്ചക്കുത്തലൊക്കെ മാറി ഒന്ന് സോഫ്റ്റ് ആകുന്നത് വരെ വഴറ്റിയെടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് 2 മീഡിയം സൈസ് തക്കാളി ഇതുപോലെ ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഈ തക്കാളി നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കണം. ഒട്ടും വെള്ളമൊന്നും ചേർത്ത് കൊടുക്കാൻ പാടില്ല. ഇനി ഇത് നമുക്ക് ഒന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമ്മളിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ അത് നന്നായിട്ട് ഉടഞ്ഞു വരുന്നുണ്ട്. ഇനിയാണ് നമ്മൾ ഇതിലേക്ക് ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 3/4 ടേബിൾ സ്പൂൺ സാമ്പാർ പൗഡറാണ്. കൂടെ തന്നെ ഒരു നുള്ള് കായം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നമുക്ക് ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കാം. നമ്മളിപ്പോൾ എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി ഇത് നന്നായിട്ടൊന്ന് തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം. അപ്പോൾ നമുക്കിനി ഇതൊന്ന് അരച്ചെടുക്കാം. അരച്ചെടുക്കുമ്പോൾ ആദ്യം തന്നെ വെള്ളം ചേർത്ത് കൊടുക്കാൻ പാടില്ല. അപ്പോൾ മിക്സിയുടെ ജാറിൽ നിന്നും പുറത്തേക്ക് തെറിച്ചു പോകാനുള്ള ചാൻസ് ഉണ്ട്. ആദ്യം കുറച്ചൊന്ന് അരച്ചതിന് ശേഷം കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതാ നമ്മൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് അത്യാവശ്യം കട്ടിയാണ്. ഇനി നിങ്ങൾക്കിത് കുറച്ച് ലൂസായിട്ട് വേണമെങ്കിൽ ഇതൊരു ബൗളിലേക്ക് മാറ്റിയതിന് ശേഷം നിങ്ങൾക്ക് കുറച്ച് വെള്ളം മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ വെള്ളം എപ്പോഴും തിളപ്പിച്ചാറിയ വെള്ളം ചേർത്ത് കൊടുക്കണം. കാരണം ഇനി ഈ ചട്നി നമ്മൾ വേവിക്കില്ല. അതുകൊണ്ട് സാധാരണ വെള്ളം ചേർത്ത് കൊടുക്കാൻ പാടില്ല. അപ്പോൾ ഞാൻ ചട്നി ഇതുപോലൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഞാൻ ഏകദേശം ഒരു 4 ടേബിൾ സ്പൂൺ വെള്ളം വരെ ചേർത്തിരുന്നു. അപ്പോൾ നമ്മുടെ ടൊമാറ്റോ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുവരെയും ഈ ഒരു രീതിയിൽ ടൊമാറ്റോ ചട്നി ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായും ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കണം. വീണ്ടും പുതിയ റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.